രാജാ 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 ഒന്ന് എഴുന്നേറ്റ് മാറ്, അടിച്ചു തളിക്കണം. അമൃതേ, ഏയ് എന്തായി ചെയ്യുന്നേ? ഇതുവരെ വെള്ളം ചൂടാക്കിയില്ലേ? ഏയ് എന്തിനു ചൂടാവുന്നേ? അടുപ്പത്തിരിക്കുവല്ലേ? നിനക്ക് ഇവിടേക്ക് വരുമ്പോഴേ ഇത് തന്നെ അടി, അഹങ്കാരം. രാത്രി ആവട്ടെ, ഞാൻ ശരിയാക്കി തരാം. ഓ ശരി ശരി, പോ. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവളുടെ അനിയത്തി ഇപ്പോഴും ഫ്രീയാ, നല്ല ഫിഗറാ. ഒന്ന് ട്രൈ ചെയ്യുന്നോ? കോളേജിൽ പോടാ. പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ഞാൻ പോവാ. ആ ശരി, പോയിട്ട് വാ. ചേച്ചി, ദാ ചേട്ടൻ വിളിക്കുന്നു. എന്നെയോ? വിളിക്കുന്നു, ചെല്ല്. നിന്റെ ചേട്ടൻ ഒരു പണിയില്ല, വെറുതെ കിടന്നിങ്ങനെ വിളിക്കും. അടുപ്പ് കെടാതെ നോയിക്കോ, ഞാനിപ്പോ വരാം. നമസ്കാരം. അങ്ങോട്ടാ ക്ലാസ് ഉണ്ടോ? പോട്ടെ. ആ നാശം പിടിച്ചോളൂ. എന്തൊരു കഷ്ടത്. എപ്പോട്ടെ പോയാലും കാണാലോ. വലിയ ശല്യായാലോ. കാണരുതെന്ന് വിചാരിച്ച അപ്പ ഒന്ന് മുന്നിലേക്കും വേണ്ട. സൂപ്പർ ഫിഗർ. ഇവളും അങ്ങനെ തന്നെ. ഇപ്പൊ എന്താ ചെയ്യാ? ഹലോ സീനിയർ. എന്താ നിനക്ക് വേണ്ടേ? അയാളെന്താ അങ്ങനെ ചെയ്തേ? ആരെങ്കിലും പാടാ, വാ 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 വാ. ഒരു പെണ്ണ് കമ്പ്യൂട്ടറുടെ കുടുങ്ങി, വാ വാ വാ. ആരെങ്കിലും ഒന്ന് സഹായിക്കേ, വാ ഒന്ന് പിടിക്കേ, വാ വാ വാ. അവളെ എടുക്കടാ. നല്ല പരിക്കുണ്ടല്ലേ? ആ പെങ്കുച്ച് എന്റെ പിറകിലാ ഇത്രയും നേരം നിന്നിരുന്നത്.
അപ്പോഴാ ബസ് ലോറിയുടെ മീതെ ഇടിച്ചത്. അവക്കൊന്നും പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അപ്പയ്ക്ക് അവൾ എന്തിലോ തട്ടി വീണിട്ടുണ്ടായിരുന്നു. അവൾക്കൊന്നും പറ്റില്ല. നിങ്ങൾക്ക് അറിയാതിരിക്കും. എന്റെ ഷോള് മുഴുവൻ അവളുടെ രക്തം. അവക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അവക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇല്ലേ? ഈശ്വര, അവക്കൊന്നും സംഭവിക്കരുത്. ഒന്നുമില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പൂർണി പോവാം. പൂർണി സമയം ഒരുപാട്. വണ്ടി കിട്ടത്തില്ല. സമയം പോകുന്നു. ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ, ഇരുട്ടായില്ലേ? പോവാം നമുക്ക്. പൂർണി ഏയ് ഒന്ന് പറ. പൊന്നി ഒരുപാട് പൂർണി വാ, നേരം കേറാം. ഒന്ന് കേറ് വേഗം, സമയം പോകുന്നു. ഇല്ല വേണ്ട ചേട്ടാ, പൂർണി ഞാൻ വേറെ വണ്ടിക്ക് വരാം. അത് വേണ്ട, പൊയ്ക്കോ ചേട്ടാ. കേറ്. എന്താ കേറുന്നില്ലേ? കൊച്ച നീങ്ങിയിരിക്കേ, കേറ്. എങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്യാം. വാ കേറ്. ലേറ്റ് ആയതിനാ, കേറ്. സമയം പോകുന്നു, കളിക്കല്ലേ നീ? കൊഴപ്പില്ലതിനാ, വാ കേറ്. എന്താ ദിന, സുഖാണോ? അതേടി, ആ സാറ് ക്ലാസ് എടുക്കുമ്പോ ഭയങ്കര ഗൗരവത്തിലിരിക്കും. നിറയെ ആൾക്കാരുണ്ടല്ലേ? ഇല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പൂർണി. ഇല്ല ഞാൻ വരുന്നില്ല. ചേട്ടാ ഒരു മിനിറ്റ്. കുഴപ്പമില്ല ഏട്ടാ. ഇല്ല കേറിക്കോ. ഇല്ല സമയം കളയാ, ഇങ്ങോട്ട് കേറ് വരുന്നെങ്കിലും. ആ ബസ്സിൽ പോയില്ലേ? ഭയങ്കര തിരക്കാതില്. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പോവും, എനിക്കത് പ്രശ്നമല്ല. ഞാനിപ്പോ അങ്ങനെ തൂങ്ങിക്കിടക്കാറില്ല. ഡോറിൽ തൂങ്ങിക്കിടക്കാറില്ല? ഇല്ല, കൊറേ നാളായി. നമസ്കാരം തല്ലേ. നമസ്കാരം. ആർട്സ് കോളേജൊക്കെ ഇറങ്ങ, വേഗം വേഗം. പൂർണി വരുന്നില്ലേ? അടുത്ത ബസ്സിൽ വരാം, നിങ്ങൾ പൊയ്ക്കോ. ആ റൈറ്റ്.
നീ പോവാതെ? ഇല്ല, ഫ്രണ്ട് വരാനുണ്ട്, മറന്നുപോയി. നീ എന്താ പോകാത്തെ? എന്റെ ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ല, അതാ വെയിറ്റ് ചെയ്യുന്നേ. ശരി. ഭയങ്കര തിരക്കാ, ഒരു രക്ഷയില്ല, കേറാനേ പറ്റില്ല. ദിന, പൂർണി, ദിന വാ, വേഗം വാ, വേഗം വാ ദിന, വേഗം വാ. മറ. പൂർണ്ണി, ഇരിക്കടി അവിടെ. എന്താ എന്റെ കൂടെ ഇരിക്കില്ലേ നീ? കൈയ്യട്, മോന്തിരിക്കുന്നു കണ്ടില്ലേ? ഷാരൂഖ് ഖാൻ എന്നാ വിചാരം. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടി. വരുവാടി. നീ എവിടെ നിൽക്കുന്ന ഞാൻ കണ്ടല്ലോ. കാര്യമൊന്നും പറയണ്ട, ഭയങ്കര കോമഡി ആയിരുന്നു. നീ വെറുതെ പുളു അടിക്കല്ലേ. പൂർണ്ണി, എന്നെ ഇഷ്ടായില്ലേ? ഒരു പെണ്ണിനെ എത്ര പേര് വളയ്ക്കാൻ ശ്രമിക്കും? ഇതിനു മുമ്പ് പൂർണിമയെ ചുറ്റി നടന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വന്നേ 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 വന്നേ. ഒരു പെണ്ണായി പിറന്ന ശുദ്ധി വേണം. എന്റെ ശുദ്ധിക്ക് എന്താ കുഴപ്പം? എടി പോടി, നീ കുളിച്ചിട്ട് ഒരാഴ്ചയായെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ കൂടെ കുളിച്ചാ. എടി മഹാഭാവി, ഞാനല്ലേ നിങ്ങൾക്ക് ചോറെടുത്തേ? ശുദ്ധിയോടെ തന്നെ എടുത്തേ. എടി ദ്രോഹി, നീ എനിക്ക് ശുദ്ധിയോടൊന്നും തരാറില്ല. പൂർണിയെ പറ്റി അവൻ പറയുന്നതും അവനെ പറ്റി പൂർണി പറയുന്നതും, പൂർണി അവനെ വഴക്ക് പറയുന്നതും അവൻ പൂർണിയെ വഴക്ക് പറയുന്നതും, രണ്ടുപേരും ഏതു നേരവും വഴക്കിട്ടോണ്ടേയിരിക്കും. പൊടി പൊട്ടി, പോടാ പൊട്ട, പൊടി പൊട്ടി, പോടാ പൊട്ട, പൊടി പൊട്ടി, പോടാ പൊട്ട, പൊട്ടി പൊട്ട, പൊട്ടി പൊട്ട, പൊട്ടി പൊട്ട. ഇങ്ങനെ വഴക്കിട്ട് രണ്ടുപേരും വളർന്നു. അവൻ മിണ്ടാനേ പോകാറില്ല. അവന്റെ നടപ്പ്, കൂട്ട്, ചിന്ത എല്ലാം മാറിപ്പോയി. അവരെ കണ്ട പൂർണിമ നാണിക്കുവാൻ തുടങ്ങി. 10ാം ക്ലാസ് പരീക്ഷയുടെ അവസാന ദിവസം എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ പോലും രണ്ടുപേരും സംസാരിച്ചില്ല. അവന്റെ മുഖത്ത് ദുഃഖമുണ്ടായിരുന്നു, അവളുടെ മുഖത്ത് കണ്ണീരും. ചേച്ചി 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 എന്ന് വിളിച്ചൊരു ചെറിയ പയ്യൻ പൂർണിമയുടെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ചേച്ചി, പൂർണിമ, ഐ ലവ് യു. പൂർണിമ സ്കൂളിലേക്ക് ബസ്സിൽ മാത്രം പോയിരുന്ന ഒരു ദിവസം കണ്ടക്ടർ അവളോട് ആരുമേ ബസ്സിലില്ലായിരുന്ന ഒരു നേരത്ത് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നതിനിടയിൽ ചോദിച്ചു, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ? പൂർണിമയുടെ മുറച്ചെറുക്കൻ ഒരു ദിവസം, എനിക്കൊരു പ്രൈവറ്റ് കമ്പനിയിലാ ജോലി, നമുക്ക് തമ്മിൽ 10-12 വയസ്സിന്റെ വ്യത്യാസമുണ്ട്, നമുക്ക് കല്യാണം കഴിക്കാം. നമ്മുടെ ഹീറോ ദിനേശ് ഒരു ദിവസം, പൂർണിമ, ഐ ലവ് യു. ഇങ്ങനെ നമ്മുടെ പൂർണിമയ്ക്ക് പിറകെ ഒരുപാട് പേർ ചുറ്റി നടന്നു. ഇപ്പോഴിതാ അവൾക്ക് മുന്നിൽ നമ്മുടെ രവിയും വന്നിരിക്കുന്നു. എന്താ എന്നെ ഇഷ്ടമല്ലാത്ത?
ഏയ് സംസാരിക്കുന്നതിനിടയ്ക്ക് എന്തിനാ പോകുന്നേ? എന്റെ കയ്യിന്ന് വിട്. എന്താടാ കയ്യിന്ന് വിട്. എന്റെ കയ്യിന്ന് വിട്. നീ മറുപടി പറ. പറഞ്ഞില്ല നീ എന്ത് ചെയ്യടാ? നീ ആരടാ കോപ്പേ? ഡാ മിണ്ടരുത്. ഏയ് കൈയെടുക്കടാ. നിന്നോടാണ് മിണ്ടരുന്ന് പറഞ്ഞേ. നീ നിന്റെ ജോലി നോക്ക്. മിണ്ടാരടി. അടിച്ച് ശരിയാക്കി ഞാൻ. എന്താടി നിനക്ക് എന്നെ കണ്ട് ഓക്കാനും വരുന്നോ? ഇതിന് നീ മറുപടി പറയാണ്ട് എന്റെ അടുത്തൊന്നും ഒരിടത്തും പോവില്ല. നീ പറയടി. എന്ത് വേണം ഇപ്പൊ നിനക്ക്? പറഞ്ഞിട്ട് പോടി. അവിടെ നിൽക്ക്. എന്തടി ഓവർ ആക്ട് ചെയ്യുന്നത്? പറഞ്ഞിട്ട് പോടി. കയ്യിന്ന് വിടടാ. മിണ്ടാരടി. പറഞ്ഞിട്ടോ. ഹേയ് എന്താടാ? തലേ പൂർണിമയുടെ കയ്യെ കയറി പിടിച്ചവൻ ചോദിച്ചതിന് ദേഷ്യപ്പെട്ടു. എന്നെ അവൻ അടിച്ചു. തലേ പെമ്പിള്ളേരുടെ മേത്ത് കൈവയ്ക്കുന്നോ? വെട്ടിക്കൊല്ലും ഞാൻ. രക്തം വരും. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചോണ്ട് വരും. ആളവിടെ നിക്കടാ. പോടാ. അയ്യോ അയ്യോ. ഇനി വന്ന വച്ചേക്കില്ല നിന്നെ. ഇനിയും ശല്യം ചെയ്യില്ല. ടെൻഷൻ വേണ്ട. ഞാനില്ലേ എടാ അവൻ എന്നോട് പറ. ഇവിടെ നോക്കിക്കോ. ശരി തലേ.